അക്കാഫ് പൊന്നോണ കാഴ്ച 2023 ഇനി നിങ്ങളുടെ മുന്നിലേക്ക് മലയാളി മംഗമാർ. അക്കാഫ് മലയാളി മംഗ 2023 കോൺടെസ്റ്റിലെ ആദ്യത്തെ മത്സരാർത്ഥി ചെസ് നമ്പർ 301. നമസ്കാരം. കേരളത്തിലെ പ്രസിദ്ധമായ ഇരിങ്ങോൾ കാവ് സ്ഥിതി ചെയ്യുന്ന പെരുമ്പാവൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ ശ്രുതി, ഒരു വീട്ടമ്മയാണ്. ഏകദേശം 5 വർഷത്തോളമായി ഈ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട്. നല്ലത് ചിന്തിക്കുക, നന്മ പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കുക. മാറ്റങ്ങളുടെ തുടക്കം നമ്മിൽ നിന്ന് തന്നെയാകട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി. ശ്രീമതി ബിന്ദു സജ്ജി. നമസ്കാരം. നമസ്കാരം മാം. കണ്ടസ്റ്റന്റ് നമ്പർ 301 പറയുണ്ടായി, നല്ലത് ചിന്തിക്കുക, മാറ്റങ്ങളുടെ തുടക്കം, നല്ല പ്രവൃത്തി ചെയ്യുക. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ജീവിതത്തിൽ താങ്കൾ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തി, അമ്മ പഠിപ്പിച്ച 2 കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമെങ്കിൽ അതെന്തായിരിക്കും? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബം തന്നെയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക, ചെറുതോ വലുതോ എന്നുള്ള ഇതും സ്ഥാനമാനങ്ങളും നോക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, അതുപോലെ നന്മ പ്രവർത്തിക്കാനും ശ്രമിക്കുക. ഈ കാര്യങ്ങൾ എൻ്റെ ഒരു കുഞ്ഞു മോനുണ്ട്, അവനോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കുഞ്ഞു മോനാണ്, അവനിപ്പോൾ സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവന് തന്നെ ഞാനിപ്പോൾ എന്താ പറയുക, ആരെ കണ്ടാലും ഒരു ഗുഡ് മോർണിംഗ് പറയുക, അതുപോലെ പ്ലീസ് ചോദിക്കുക, എക്സ്ക്യൂസ് മീ, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനത് തിരിച്ച് പറയാൻ ശ്രമിക്കാറുണ്ട്. അതെനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ നമ്മുടെ ഈ ലോകം തന്നെ ഭരിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. താങ്ക് യു. അക്കാഫ് മലയാളി മംഗ 2023 അടുത്ത കോntestant ചെസ് നമ്പർ 302. ജഡ്ജസ് നോട്ട് ചെസ് നമ്പർ 302.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി, തൃശ്ശൂർ സ്വദേശിനിയാണ്. ക്ഷേത്രകലകളുടെ ഈറ്റില്ലമായ പെരുവനമാണ് എൻ്റെ സ്വദേശം. പാണ്ടിയും പഞ്ചാരിയും കേട്ട് വളർന്നെങ്കിലും നൃത്തകലയോടാണ് എനിക്കേറെ ഇഷ്ടം. അധ്യാപനവും ഇഷ്ടപ്പെട്ട വിഷയമാണ്. എൻ്റെ സ്വപ്നങ്ങളോടൊപ്പം എൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നവും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അങ്ങ് നാട്ടിൽ നിന്ന് ഇങ്ങ് ഈ ദുബായിലേക്ക് ചേക്കേറിയവളാണ് ഞാൻ. ഇവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. എൽവിസ് ചുമർ സർ. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞു അധ്യാപനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇതൊരു ക്ലാസ് മുറിയാണെന്ന് വിചാരിക്കുന്നു. ശ്രീലക്ഷ്മി അമ്മയെപ്പറ്റി, അമ്മയുടെ സ്നേഹത്തെപ്പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ അക്കാഫ് പോലും 25 അമ്മമാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് മാതൃവന്ദനം എന്ന് പറഞ്ഞുകൊണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു അധ്യാപക നിലയിൽ ഈ ക്ലാസ് മുറിയിൽ 2 വാക്ക് നിങ്ങൾക്ക് പറയാമോ? ചോദ്യത്തിന് നന്ദി. ഒരു 4 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു വലിയ വേദിയിൽ എനിക്ക് 2 മിനിറ്റെങ്കിലും സംസാരിക്കാൻ പറ്റിയാൽ അതിലേറെ സന്തോഷം. അമ്മ, നമ്മൾ മക്കള് നമ്മുടെ വയറ്റിലുള്ളപ്പോൾ തൊട്ട് ജനിച്ച് വളർന്ന് എന്താ പറയുക, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ അമ്മമാർക്കാണ് അറിയാനായിട്ട് സാധിക്കുക, അല്ലേ? നമ്മുടെ ആദ്യത്തെ അനക്കം മുതൽക്ക് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മമാരാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അമ്മമാരുടെ മൂല്യം എന്തെന്നാൽ ഭൂമിയോളം താഴാനും ആകാശത്തോളം ഉയരാനും നമുക്ക് എല്ലാ തരത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്യണതും നമ്മുടെ അമ്മമാരാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. ഇന്ന് ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഈ വേദിയിൽ അല്ലെങ്കിൽ ഇന്നാട്ടിൽ വന്ന് നിൽക്കാനായിട്ട് നമുക്കൊരു പ്രചോദനം തരുന്നത് ആരെന്നെയാണ്? നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മയിൽ നിന്നാണ് നമ്മളെല്ലാതും. മുലപ്പാൽ മുതൽക്ക് നമ്മൾ ഇന്ന് കുടിക്കുന്ന പാനീയം വരെ നമ്മൾ അമ്മയിൽ നിന്നാണ് എന്ത് ചെയ്യണത്? നമ്മൾ കിട്ടുന്നത്. അപ്പം എന്നും അമ്മയോട് വളരെയധികം എന്താ പറയുക, വളരെ നിസ്സാരവൽക്കരിക്കാതെ അവരെ എന്നും ബഹുമാനിക്കുക. പിന്നെ പ്രസവിച്ച അമ്മ കൂടാതെ നമുക്ക് വളർത്തമ്മയുണ്ട്, ഇല്ലേ? നമ്മൾക്ക് ഗുരു എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ അമ്മമാരെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലാണെങ്കിൽ നമ്മുടെ സുപ്പീരിയർ സ്ത്രീകൾ എപ്പോഴും ഒരു പ്രചോദനം തന്നെയാണ് എനിക്ക്, അന്നും ഇന്നും. നമസ്കാരം. താങ്ക് യു. അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നു പാർട്ടിസിപ്പന്റ് 303 ഓൺ ദ സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ്റ്റ് നമ്പർ 303.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷീലു ദിലീപ്. ഭർത്താവ് ദിലീപ് ജോർജ്. ബഹറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ കുട്ടികളുമായിട്ട് ദുബായ് അൽനാദയിൽ ജീവിക്കുന്നു. ഞാനൊരു വീട്ടമ്മയാണ്. എൻ്റെ സ്വന്തം നാട് റാന്നി, പത്തനംതിട്ട. കല്യാണം കഴിച്ചിരിക്കുന്നത് മാവേലിക്കര. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. എൻ്റെ കൂടെ മത്സരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു. സ്മിത നമ്പ്യാർ. ഹലോ ഷീലു. നമസ്കാരം മാം. നമസ്കാരം ഷീലു. ഒരു സിറ്റുവേഷണൽ ചോദ്യമാണ്. ഷീലു ഒരു കമ്പനിയുടെ ഓണർഷിപ്പിലോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കറോ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കാം. ഓക്കെ ഷീലുവിൻ്റെ മുന്നിൽ 2 കാൻഡിഡേറ്റ്സ് വരുവാണ്. ഓക്കെ ഒരാൾ സാമ്പത്തികമായി തകർന്ന് ഒരു പ്രതീക്ഷയില്ലാതെ വന്ന ഒരു കാൻഡിഡേറ്റ്, വേറൊരാൾ വളരെ സ്മാർട്ടായിട്ട് ആപ്റ്റ് ഫോർ ദ ജോബ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാൻഡിഡേറ്റ്. ആരായിരിക്കും യുവർ പ്രിഫറൻസ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. ഞാൻ ആദ്യം 2 പേരെയും കുറിച്ച് ഒരു സ്റ്റഡി നടത്തും. ഇപ്പോൾ ഫസ്റ്റ് വന്ന ആളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാനൊന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് അന്വേഷിക്കും. അയാൾക്ക് അത്രയ്ക്കും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ ചൂസ് ചെയ്തിട്ട് അയാൾക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുക്കും. എൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് അദ്ദേഹം ഇമ്പ്രൂവ് ആകും എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ചൂസ് ചെയ്യും. താങ്ക് യു. താങ്ക് യു മാം. Judges note, അടുത്ത contestant, chess number 304. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഐശ്വര്യ ജയൻ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശിവപേരൂരിൻ്റെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഗീത ജയൻ ദമ്പതികളുടെ 3 പെൺമക്കളിൽ ഏറ്റവും ഇളയവളായി ജനിച്ചു. സുഗതകുമാരി ടീച്ചറുടെ പെൺകുഞ്ഞ് എന്ന 2 കവിതയിലെ 2 വരികളിലൂടെയാണ് ഞാൻ എന്നെ ഈ വേദിയിലേക്ക് അഭിസംബോധന ചെയ്യുന്നത്. തല താഴില്ല താഴ്ത്തില്ല ഇവൾ തൻ കാലിൽ നിൽപ്പവൾ, ഇവൾ തൻ കാലിൽ നിൽപ്പവൾ. ശ്രീമതി ബിന്ദു സജീവ്. നമസ്കാരം. നമസ്കാരം. വിവാഹം കഴിഞ്ഞതാണോ? അല്ലല്ല. അല്ല.
എന്തായാലും ഉടൻ വിവാഹമൊക്കെ കാണുമല്ലോ, അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. കുട്ടിയുടെ കൺസെപ്റ്റിൽ ഉത്തമ പുരുഷൻ നിങ്ങളുടെ സങ്കല്പത്തിൽ എങ്ങനെ? ഒരു എക്സാമ്പിൾ പറയും. ഒരു ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ പങ്കാളിയായിട്ട് നിൽക്കേണ്ട ഒരാളാണ്. എന്നെ എല്ലാ തരത്തിലും സാമ്പത്തികമായും സാമൂഹികമായും മാനസികമായും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഞാൻ സെലക്ട് ചെയ്യുക. അതാണ് ഒരു ഉത്തമ പുരുഷൻ എന്ന് ഞാൻ കാണുന്നത്. ഏതെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ? ആരെങ്കിലും ഒരു ഇതേപോലെ ഇരിക്കണം, എൻ്റെ ഹസ്ബൻഡ് ഇതേപോലെ ഇരിക്കണം, അങ്ങനെ തോന്നണം? എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ അച്ഛനാണ്. ഓക്കെ, താങ്ക് യു. നന്ദി, നമസ്കാരം. അക്കാഫ് മലയാളി മങ്ക 2023 കോൺടെസ്റ്റിൽ അടുത്ത മത്സരാർത്ഥി ചെസ് നമ്പർ 305 ഓൺ സ്റ്റേജ്. നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും എൻ്റെ ഓണാശംസകൾ. കേരളത്തിൻ്റെ വടക്ക് സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് വേരുകളുള്ള ഞാൻ ഇപ്പോൾ ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ താമസിക്കുന്നു. ഞാൻ അരുന്ധതി ഷേണായി. ഭർത്താവും മകനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എൻ്റെ വലിയ സന്തോഷം. വീട്ടമ്മ, ഉദ്യോഗസ്ഥ എന്നതിന് പുറമെ നൃത്തം ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു നാട്ടിൻപുറത്തുകാരി. നന്ദി. ശ്രീമതി സ്മിത നമ്പ്യാർ. ഹായ് അരുന്ധതി. ഹായ് മാം. എല്ലാവരും ലേഡീസ് ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പ്രതിസന്ധികളിലൂടെ ഒരുപാട് കടന്നു പോകേണ്ട മനുഷ്യരാണ്. അതെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീ എപ്പോഴാണ് ഏറ്റവും ദുർബലയാവുന്നത്, വീക്ക് ആവുന്നത്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഒരു സ്ത്രീ ഏറ്റവും ദുർബലയാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അവളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതെ നിൽക്കുമ്പോഴാണ്. കൂടെ അവളുടെ ഹസ്ബൻഡോ ഫാമിലിയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ അവളുടെ സ്വപ്നങ്ങൾക്കും അവളുടെ വിശ്വാസങ്ങൾക്കും എതിരായി നിന്ന് അവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ ആ നിമിഷം ഏറ്റവും ദുർബലയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
മങ്ക 2023-ൽ അടുത്ത മത്സരാർത്ഥി ചെസ് നമ്പർ 306. ജഡ്ജസ് നോട്ട് ചെസ് നമ്പർ 306. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിൻഷ നൗഷാദ്. കഴിഞ്ഞ 3 വർഷമായി UAE ഒരു ഈവൻറ്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. യാത്രയെ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ഇഷ്ട വിനോദം ചിത്രരചനയും ആക്ടിങ്ങുമാണ്. അക്കാഫ് മലയാളി മങ്ക 2023 ഭാഗമാവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. ശ്രീമതി ബിന്ദു സജീവ്. നമസ്കാരം. നമസ്കാരം മാം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. പുരുഷന്മാർക്കായി നിങ്ങളുടെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യ കമാൻഡ് എന്തായിരിക്കും? താങ്ക് യു ഫോർ ദ ഗുഡ് ക്വസ്റ്റ്യൻ മാം. എൻ്റെ ആദ്യത്തെ കമൻറ്റ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ലേഡീസ് അതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്നതിലുപരി ഒരു അമ്മ എന്നതിലുപരി നമ്മളെ ഒരു ഭാര്യയായിട്ട് എല്ലാ പുരുഷന്മാരും മീൻസ് നമ്മുടെ ഭർത്താവ് ആരാണോ അല്ലെങ്കിൽ അച്ഛനാരാണോ ഒരുപാട് ഇമോഷൻസ് ഉള്ള ഒരുപാട് ഇമോഷൻസ് ഉള്ള ആളുകളാണ് സ്ത്രീകൾ. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു മാം. അക്കാഫ് മലയാളി മങ്ക 2023-ൽ അടുത്ത contestant chess number 307 is on the stage. Judges note chess number 307. ലോകത്ത് എവിടെ ചെന്ന് ഒരു മലയാളി പരിചയപ്പെട്ടാലും എൻ്റെ പേര് പറയുമ്പോൾ അവരുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു വാത്സല്യം അതെന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ശ്രീകുട്ടി. 9 വയസ്സായ ഒരു കുട്ടിയുടെ അമ്മയാണ്, സംഗീത അധ്യാപികയാണ്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ സ്ഥാപകയാണ്. മഹനീയമായ നമ്മളുടെ മലയാള തനിമ
നമ്മളുടെ ഭക്ഷണത്തിലൂടെയും സംഗീതത്തിലൂടെയും ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ നല്ലോണം ഇഷ്ടമുള്ള ഒരാളാണ്. നമസ്കാരം. ശ്രീമതി ബിന്ദു സജീവ്. നമസ്കാരം. നമസ്കാരം. എൻ്റെ ക്വസ്റ്റ്യൻ, നമ്മളെ സ്ത്രീ ജീവിതം എന്ന് പറയുന്നത് കുറേ കാലഘട്ടത്തിലൂടെ കടന്നു പോകും. അതായത് മകള്, പിന്നെ അമ്മ, ഭാര്യ, മരുമകൾ, അമ്മുമ്മ, അങ്ങനെ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിലെ ഈ സ്ത്രീ ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ കുട്ടിക്ക് ഏതാണ് ഏറ്റവും സുന്ദരമായ കാലഘട്ടമായിട്ട് തോന്നിയിരിക്കുന്നത്? അത് ഇനിയും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഓരോ ദിവസവും ഞാൻ ഇനിയും സുന്ദരമായ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ കടന്നു പോകുന്നത് സുന്ദരമായ നിമിഷങ്ങളല്ലേ? തീർച്ചയായും. ചെറുപ്പം മുതൽ ഒരു കുട്ടിയായിരുന്ന സമയത്ത് അമ്മയുടെ അച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും കുറേ കലകളും എല്ലാം നല്ല കംഫർട്ടബിളായിട്ട് എൻജോയ് ചെയ്ത് വളർന്നു വന്നു. പിന്നെ ടീനേജ് കാലഘട്ടം, ഒരു ട്രാൻസിഷനിൽ പോയ സമയം, കുറേ പേടിയും ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു വന്നു. കോളേജ് ജീവിതം, അത് കഴിഞ്ഞിട്ട് വിവാഹം, അമ്മ. ഒരു അമ്മയാവുന്നത് ഭയങ്കര ഒരു ട്രാൻസിഷനാണ്, ഒരു മാറ്റമാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ മകൻ 50 വയസ്സായി എന്ന് പറഞ്ഞു. ഇപ്പോൾ ആസ് ഐ ട്രാൻസിഷൻ ടു ബിക്കമിങ് എ മദർ ഓഫ് എ ടീനേജർ, ഐ എം സ്റ്റാർട്ടിങ് ടു ഡിസ്കവർ മൈസെൽഫ് മോർ. ഞാൻ ആരാണെന്ന് കൂടുതൽ തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും പുതിയ പുതിയ രീതിയിൽ എന്നെ തന്നെ റീഡിസ്കവർ ചെയ്ത് ജീവിതം ഇനിയും ഭംഗിയായും സുന്ദരമായും ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുതന്നെയാണ്. അതുകൊണ്ട് ഇനിയും എൻ്റെ ഭംഗിയുള്ള സുന്ദരമായ നിമിഷങ്ങൾ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദിസ് ഓഫ് കോഴ്സ് ഇസ് എ ബ്യൂട്ടിഫുൾ ഡേ, എ ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോം. ഇതിലും നല്ല അടുത്ത കൊല്ലത്തെ അക്കാഫിൽ ഇതിലും നല്ല ഭംഗിയായി മലയാളം ഭംഗിയായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. So yes, I think the most beautiful phase of my life is yet to come. Thank you. Okay, well done. Malayali Manga 2023 competition. അടുത്ത contestant, chess number 308. Judges note, chess number 308. അത്തപ്പുലരിയും പൂവിളികളും പത്താമുതേ പൊന്നോണവും ഇതിൻ്റെ എല്ലാം വിശുദ്ധി ഒട്ടും കൈവിടാതെ മനസ്സ് സൂക്ഷിക്കുന്ന ഞാനടക്കമുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും എൻ്റെ എല്ലാവിധ ഓണാശംസകൾ. ഞാൻ നിമി ശശിധരൻ. ജന്മദേശം കണ്ണൂരാണെങ്കിലും വയനാടിൻ്റെ ദത്തുപുത്രിയാണ്. ഇപ്പോൾ 4 വർഷമായി പ്രവാസിയാണ്. നൃത്തവും അഭിനയവുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഏത് വേദിയെയും സധൈര്യം നേരിടാൻ വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കളും
എൻ്റെ കൂടെ 100% ആത്മാർത്ഥയ്ക്ക് എന്തിനും കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളിയും ഒരു പറ്റം നല്ല സുഹൃത്തുക്കളും. എൽവിസ് ചുമാർ, ശ്രീ എൽവിസ് ചുമാർ. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ് നിമി ശശിധരൻ. ഗുഡ് മോർണിംഗ് ടു യു ആസ് വെൽ. താങ്ക് യു. നൃത്തം, അഭിനയം തുടങ്ങിയ മേഖലകളാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞു. അതെ ഒപ്പം മലയാളി മങ്കയായി മത്സരിക്കുകയാണ്. അതെ. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ശരീരഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ, ഒരു അമ്മയാകാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറ ഇനി വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളൊരു അമ്മയാണോ? അവൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, സോറി. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഉപദേശം? നിങ്ങൾ കുറച്ച് പ്രായമുള്ള ഒരു അമ്മയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മകളോട് നിങ്ങൾ എന്ത് ഉപദേശം നൽകാൻ പോകുന്നത്? തൻ്റെ മകൾക്ക് ശരീരഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ ഇനി അമ്മയാവാൻ ആഗ്രഹിക്കുന്നില്ല, മക്കളെ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നില്ല തലമുറയിലെ അംഗമാണെങ്കിൽ ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ എന്ത് എക്സാമ്പിളാണ്, അനുഭവമാണ് ഷെയർ ചെയ്യുക? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഒരു സ്ത്രീ പൂർണ്ണത എത്തുന്നത് അമ്മയാവുന്നതിലൂടെയാണ് എന്ന് ചിന്തിക്കുന്നതിൽ 100% ആൾക്കാരിൽ ഒരാളാണ് ഞാനും. അതല്ലാതെ ശരീരപ്രകൃതിയും അത് ശരീരത്തിൻ്റെ ഘടനയിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് അമ്മയാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന തലമുറയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ അമ്മമാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊന്നും നമ്മളൊന്നും ഇവിടെ ഇരിക്കില്ലായിരുന്നു. സോ എന്തുകൊണ്ടും ആ ഒരു ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ഉത്തരം പറയുന്നതിൽ ഈ ഒരു ഉത്തരം മാത്രമേ ഏതൊരു സ്ത്രീകൾക്കും ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അമ്മയാവുന്നത് അത്ര മോശமான കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഫോർവേഡ് ആയിട്ടുള്ള ഒരു മലയാളി ആയിട്ട് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. അങ്ങനെയുള്ള കൂട്ടത്തിലുള്ളവരുണ്ടെങ്കിൽ തന്നെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനും ഉള്ള അത്രയും അവയർനെസ് ആ ഒരു പീരീഡ് ആയതേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നത് ഏറ്റവും മലയാളികൾ അങ്ങനെ ചിന്തിക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. നന്ദി, നമസ്കാരം. മലയാളി മങ്ക 2023 കോൺടെസ്റ്റിൽ അടുത്ത ചെസ് നമ്പർ 309 is on stage. നമസ്കാരം, എൻ്റെ പേര് ആൻ, വീട് കുറിച്ചി, കോട്ടയം. ഇവിടെ കുടുംബവുമായി അൽനാദയിൽ താമസിക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്. ഇവിടെ വന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. അക്കാഫിനോട് എൻ്റെ പ്രത്യേക നന്ദി. താങ്ക് യു. ബിന്ദു സജീവ്. നമസ്കാരം. നമസ്കാരം മാം. ജോലി ചെയ്യുന്നുണ്ടോ? യെസ്, ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നാളെ രാവിലെ ജോലിക്ക് പോണ ടൈമിൽ നിങ്ങളുടെ ഹസ്ബൻഡ് പറയാണ് ഇനി മുതൽ ജോലിക്ക് പോകണ്ട,
ഓക്കെ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം അഥവാ കാഴ്ചപ്പാട് എന്തായിരിക്കും? വെൽ, എൻ്റെ കേസിൽ എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരിക്കലും പറയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഞാൻ അതിൻ്റെ തക്കതായ കാരണം എന്താണെന്ന് തീർച്ചയായിട്ടും ചോദിക്കും. കാരണം എന്നെ പഠിപ്പിച്ച് ഇത്രയും വളർത്തിയ, ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് കോളേജിൽ പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, ഇത്രയും വർഷം ജോലി ചെയ്തു. എനിക്ക് വേണ്ടത് ഞാൻ എൻ്റെ മക്കൾക്ക് നല്ലൊരു റോൾ മോഡൽ ആയി മാറണം എന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും. അത് ഒരു പ്രോപ്പറായിട്ടൊരു എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടിയാൽ ഞാൻ അതിനനുസരിച്ച് തീരുമാനിക്കും. താങ്ക് യു. യു ആർ വെൽക്കം. അക്കാഫ് മലയാളി മങ്ക 2023 കോൺടെസ്റ്റിൽ അടുത്തതായി മത്സരാർത്ഥി ചെസ് നമ്പർ 310 ഓൺ സ്റ്റേജ്. നമസ്കാരം. എൻ്റെ അച്ഛൻ പണ്ട് മുതൽക്ക് എനിക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകി മനുഷ്യനെ പാരിൽ അയച്ചതീശൻ. ഞാൻ ആത്മിക. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന മണ്ണായ ഗുരുവായൂരാണ് എൻ്റെ സ്വദേശം. ഒടുവിൽ ഇന്നിതാ ദുബായ് എന്ന വിസ്മയ ലോകത്തേക്ക് സ്വപ്നങ്ങൾ പിടിച്ചടക്കാനായി വന്നെത്തി നിൽക്കുന്നു. നന്ദി. ശ്രീമതി സ്മിത നമ്പ്യാർ. ആത്മിക, യെസ് മാം. ഈ മങ്ക എന്ന് പറയുമ്പോൾ സ്ത്രീ എന്നാണെങ്കിലും ഒരുപാട് സ്വഭാവ സവിശേഷതകളുള്ള സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അതെ അതെ. അങ്ങനെ കുറേ മങ്കമാർ ചേർന്ന് ഈ ലോകം ഭരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അവസരമാണ് ആത്മികയുടെ മുന്നിൽ കാണപ്പെടുന്നതെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന രണ്ട് നല്ല കാര്യം എന്തായിരിക്കും ആത്മികയുടെ കാഴ്ചപ്പാടിൽ? ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് വേണ്ട 3 ഗുണങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്: സൗന്ദര്യം, ആത്മവിശ്വാസം, ബുദ്ധിശക്തി. അതുകൊണ്ട് സ്ത്രീക്ക് ലോകം ഭരിക്കണമെങ്കിൽ അതിനും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സ്ത്രീയെ കൊണ്ട് ഒരമ്മയാവാൻ കഴിയുമെങ്കിൽ, ഒരു കുഞ്ഞിനെ വളർത്താൻ നല്ല ഗുണങ്ങൾ പറഞ്ഞ് കുഞ്ഞിനെ വളർത്താൻ കഴിയുമെങ്കിൽ ആ സ്ത്രീക്ക് ലോകം ഭരിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നന്ദി. അടുത്തതായി മലയാളി മങ്ക 2023 കോൺടെസ്റ്റിൽ ചെസ് നമ്പർ 311 is on stage. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എൻ്റെ പേര് കാതറിൻ. പൂരങ്ങളുടെ നാടായ തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. ദുബായിൽ എൻ്റെ ആദ്യത്തെ ഓണമാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. കൂടാതെ ഒഴിവ് സമയങ്ങളിൽ കുട്ടികൾക്ക് അറിവ് പകരുന്ന അധ്യാപികയായി ജോലി ചെയ്യുന്നുണ്ട്. നല്ല നല്ല സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾ ലക്ഷ്യമാക്കി അതിനുള്ള അവസരങ്ങളും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കൂടെ മത്സരിക്കുന്ന എല്ലാ അംഗമാർക്കും വിജയാശംസകൾ. നന്ദി. സ്മിത നമ്പ്യ. കാതറിൻ, യെസ് മാം. മറ്റുള്ളവരിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ വ്യത്യസ്തയാണ് കാതറിൻ എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ആ സവിശേഷത അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ചോദ്യത്തിന് നന്ദി. എൻ്റെ കഴിവുകളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതം, എൻ്റെ 25 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളും ഈശ്വരൻ എനിക്ക് തന്ന കഴിവുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. എൻ്റെ കഴിവുകൾ മറ്റാർക്കും ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, ഞാൻ ഒഴിവ് സമയങ്ങളിൽ കുട്ടികൾക്ക് അറിവ് പകരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ജോലിയുടെ ഇടയിൽ എനിക്ക് അങ്ങനെ ഒരു സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എല്ലാവരിലും വ്യത്യസ്തരാണ്. എനിക്ക് എല്ലാവരെയും സഹായിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. ഇനി വരുന്നു contestant number 312 on the stage. Judges, please note chess number 312.
നമസ്കാരം, ഞാൻ ഷീമ ജോസഫ്. ഇവിടെ കുടുംബമായി 7 വർഷമായി ദുബായിൽ താമസിക്കുകയും ഒപ്പം തന്നെ IT മേഖലയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഒരു അമ്മയായ ശേഷമാണ് ഞാൻ എൻ്റെ കഴിവുകളായ നൃത്തം, മോഡലിംഗ് എന്നിവ തിരിച്ചറിയുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. അതുമൂലം എൻ്റെ ആത്മവിശ്വാസവും ജീവിതത്തിൽ സധൈര്യം ജീവിതത്തിൽ മുന്നേറുവാൻ എനിക്ക് സാധിച്ചു. ഏവർക്കും വിനീതമായ ഓണാശംസകൾ. മിസ്റ്റർ എൽവിസ് ചുമാർ. ഗുഡ് മോർണിംഗ് സീമ ജോസഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സീമ ഇപ്പോൾ മത്സരിക്കുന്നത് ഒരു മലയാളി എന്നൊരു ബ്രാൻഡിലാണ്, ഒരു മലയാളി മങ്ക എന്നൊരു ബ്രാൻഡിലാണ്. നേരത്തെ പുരുഷന്മാരും മത്സരിച്ചതും മലയാളിത്തമുള്ളൊരു ഡ്രസ് കോഡൊക്കെ വന്നിട്ടായിരുന്നു. ഞാനൊരു പ്രൗഡ് മലയാളിയാണെന്ന് സീമയ്ക്ക് തോന്നിയ ഒരു മുഹൂർത്തം ഞങ്ങൾ വന്ന് ഷെയർ ചെയ്യാമോ? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷം ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിയപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ്, അത്ര കോൺഫിഡൻസ് അല്ലല്ലോ ജോലി ചെയ്യാനൊന്നും, എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ആൻസർ എന്ന് പറയുന്നത് എൻ്റെ അമ്മയും അപ്പനും എനിക്ക് തന്ന കോൺഫിഡൻസും അവർ തന്ന സപ്പോർട്ടുമാണ്. അതുമൂലം എനിക്ക് എൻ്റെ നാടിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനും ഒപ്പം തന്നെ മലയാളിയാണെന്ന് എല്ലായിടത്തും തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കൂടുതൽ അവസരങ്ങൾ എന്നെ തേടി വരികയും നമ്മുടെ നാടിനെ പറ്റി കൂടുതൽ പറയാനും നമ്മുടെ ഫെസ്റ്റിവൽസും എല്ലാം ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആളും കൂടിയാണ്. താങ്ക് യു. താങ്ക് യു സീമ. താങ്ക് യു. നമ്മളോടൊപ്പം മലയാളി മങ്ക കണ്ടസ്റ്റന്റ് ചെസ് നമ്പർ 313 ആണ് സ്റ്റേജിലുള്ളത്. ജഡ്ജസ് നോട്ട് ചെസ് നമ്പർ 313. എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ അംബിക ശരത്. ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് പ്രവാസ ജീവിതത്തിലേക്ക് വന്നിട്ട് 10 വർഷമായി. ജീവിതമെന്നാൽ ആവർത്തിക്കപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ട് വെളിച്ചത്തിലെ സദൃശ്യമായ യാഥാർത്ഥ്യത്തെ മാക്സിമം ആസ്വദിക്കുക. ചെറിയ കാര്യമാണെങ്കിൽ പോലും മലയാളിയാണിട ആർപ്പ് വിളിക്കട എന്ന് ഉറക്കെ പറയാൻ സാധിക്കട്ടെ എവിടെയും. നന്ദി, നമസ്കാരം. എവിസ് ചുമാർ സാർ.
ഗുഡ് മോർണിംഗ് അംബിക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു. ഓക്കെ. അംബിക ശരത്ത് 10 വർഷമായില്ലേ ഇവിടെ? അതെ. ഓക്കെ. ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ. എന്താണ് പ്രൊഫഷൻ? എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആണ്. ഓക്കെ. ജോലിയിൽ പൂർണ്ണ ശതമാനം സംതൃപ്തയാണോ? പൂർണ്ണ ശതമാനം സംതൃപ്തിയാണ്. സംതൃപ്തിയാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു താങ്കളുടെ അമ്മയെ പറ്റി, ഇപ്പോൾ നവംബറിൽ വരാൻ പോകുന്ന ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ നിങ്ങളുടെ അമ്മയെ പറ്റി ഒരു പുസ്തകം അംബിക ശരത്ത് എഴുതുകയാണ്. ആ പുസ്തകത്തിന് ഒരു അവതാരിക ആമുഖം പറയുമ്പോൾ അമ്മയെ പറ്റി എന്താണ് അംബിക പറയുക? സ്വന്തം മകൾ സ്വന്തം അമ്മയെ പറ്റി പുസ്തകം എഴുതുന്നു. ആ പുസ്തകം രാജ്യാന്തര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്യുന്നു. അതിൽ നിങ്ങൾ തന്നെയാണ് പുസ്തകത്തിന് കവർ ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും അമ്മയെ പറ്റി പറയുക? വളരെ നല്ല ചോദ്യമാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നു ഇതിൽ ഉത്തരം പറയുമ്പോഴും. ജീവിതത്തിൽ എൻ്റെ അമ്മ അവസാനമായി എന്നോട് സംസാരിച്ചപ്പോൾ പോലും എന്നോട് പറഞ്ഞത്, ജീവിതം നമ്മൾ വിട്ടുകൊടുക്കാനുള്ളതല്ല, കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കാനുള്ളതല്ല ഒരു സ്ത്രീ, മുന്നോട്ട് പോവുക. അതാണ് ഞാൻ അവസാനമായി എൻ്റെ അമ്മയിൽ നിന്ന് കേട്ട വാക്കുകൾ. ഒരു അമ്മയ്ക്ക് പകരമായി ഈ ലോകത്ത് നമ്മളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഉള്ളിലെ ഊർജത്തെ പുറത്തു കൊണ്ടുവരാനും വേറെ ആർക്കും സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയോടൊപ്പമുള്ള നിമിഷങ്ങൾ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു എസ്റ്റിമേഷൻ എഞ്ചിനീയറായി ഇവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാര്യം, അതിൻ്റെ പൂർണ്ണമായി നന്ദി പറയാൻ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മ കെ ഗിരിജാദേവിയുടെ പേരായിരിക്കും പറയുന്നത്. എന്നെ സ്വയം മനസ്സിലാക്കാനും മുന്നോട്ട് കൊണ്ടുവരാനും എൻ്റെ പാഷനെ ചുക്കാൻ പഠിപ്പിച്ചതും എൻ്റെ അമ്മയാണ്. വളരെ നല്ല ചോദ്യം. നന്ദി. താങ്ക് യു അംബിക. താങ്ക് യു. The next contestant on stage, chess number 314. Judges, please note 314. എല്ലാവർക്കും നമസ്കാരം. സഹിനും അറബിക്കടലിനുമിടയിൽ സുന്ദരമായ കേരളം, സംസ്കൃത ഭാഷയും തമിഴും നിറഞ്ഞ സുന്ദരമായ മലയാളം,
സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അവസാന വാക്കായ മലയാള തനിമ. ഒരു സ്ത്രീഭാവത്തിൻ്റെ എല്ലാ ചേരുവകളും ഒത്തൊരുങ്ങി മകളായും സഹോദരിയായും ഭാര്യയായും മരുമകളായും ഞാൻ നിങ്ങളുടെ മുന്നിൽ സിജോ മരിയ പോൾ. എൽവിസ് ചുമ്മാർ. സിജോ മരിയ പോൾ. അതെ. യെസ്. സിജോ, ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പാണ് നമ്മുടെ ഇന്ത്യയിൽ വനിതകൾക്ക് 33% ഒരു സംവരണ ബില്ലൊക്കെ പാസ്സായി. ഇനിയൊരു വൈകാതെ തന്നെ ലോകസഭയിലും നിയമസഭയിലൊക്കെ തന്നെ വനിതകളുടെ പ്രാതിനിധ്യം കൂടാൻ പോവുകയാണ്. സീമ മരിയ പോളിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഒരു ദിവസത്തേക്ക് മാത്രം കേരളത്തിൻ്റെ വനിതാ മുഖ്യമന്ത്രിയായി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളെടുക്കുന്ന ആദ്യത്തെ 2 തീരുമാനങ്ങളൊന്ന് പറയാമോ? ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങൾക്കറിയാമോ, ഈ സ്വപ്ന ലോകത്തിന് ഞാൻ എത്തിയിട്ട് 10 വർഷത്തിലേറെയായി. എല്ലാ പ്രവാസികളെ പോലെയും എനിക്കും വളരെയധികം സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ കോവിഡ് എന്ന മഹാമാരി എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിച്ചു. ഞാൻ ഇപ്പോഴും ആ ദിവസം ഓർക്കുന്നു. മാർച്ച് 15, 2020. എനിക്ക് HR നിന്ന് ഒരു മെയിൽ കിട്ടി, നാളെ മുതൽ ജോലിയില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇനി എങ്ങനെ എപ്പോൾ തിരിച്ചു വരണമെന്ന് ഞങ്ങൾക്ക് പറയാനും സാധിക്കത്തില്ല. കമ്പനിയുടെ ഈ തീരുമാനം എന്നെ കൊണ്ട് എത്തിച്ചത് നാട്ടിലായിരുന്നു. 6 മാസക്കാലം എനിക്ക് കമ്പനിയിൽ നിന്ന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. നാട്ടിലെത്തിയ ഞാൻ തനിയെ താമസിക്കേണ്ടി വന്നു. കാരണം എനിക്ക് കോവിഡ് ബാധിച്ചു. യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ഇതിനിടയിൽ എൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യത്തിനായി ഞാൻ പല വാതിലുകളും മുട്ടുനോക്കി. തിരിച്ച് ഗൾഫിലോട്ട് വരാനും ഞാൻ നോക്കി. എനിക്ക് ഒരു തരത്തിൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ല. അവസാനം ഞാൻ പല ശ്രമങ്ങളും നടത്തി. വിസിറ്റ് വിസയിൽ ഞാൻ ദുബായിലെത്തി. തരക്കേടില്ലാത്ത നല്ലൊരു ജോലി കിട്ടി. ഈ കഷ്ടപ്പാടുകളിലെല്ലാം എനിക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന പ്രശസ്ത ചിന്തകനായ പൗലോ കോലയുടെ വാക്കുകളായിരുന്നു. അത് ഇങ്ങനെയാണ്: നിനക്ക് ഒരു കാര്യം നേടിയെടുക്കണമെന്ന് നീ എത്രമധികം വിചാരിക്കുന്നോ അത്രമാത്രം ഈ ലോകം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതുപോലെ ഒരു ദിവസം എനിക്കൊരു മുഖ്യമന്ത്രിയാകാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ വനിതകൾക്ക് വേണ്ടി, എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഏത് സ്ത്രീക്ക് വേണ്ടിയും ഞാൻ മുൻപന്തിയിൽ ഉണ്ടായിരിക്കുന്ന ഞാൻ പ്രതിജ്ഞ തരുന്നു. ദാറ്റ്സ് ഓൾ.
നമ്മൾ തുടങ്ങിയ സമയത്തുള്ളവരൊന്നും അല്ല ഇവര്. ഇതിലേറെ പേർ എനർജറ്റിക് ആയി കഴിഞ്ഞു. കാരണം ഓണസദ്യ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓണസദ്യ അതവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഉണ്ണാതിരിക്കരുത്, ഈവന്റുകൾ തീർന്നിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞത് മലയാളി മങ്കയാണ്.